അമ്മണി ഇതും കൂടെ ഉണ്ട് കേട്ടോ. ആ, എല്ലാവർക്കും കല്യാണ സദ്യയെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഗെയിമായിട്ട് ഒരു കല്യാണം നടന്നിട്ടില്ലാത്രേ. പുതിയ മരുമോള് ജോലിക്ക് പോയോ? പോയി. ഈ കാലത്ത് ജോലിയുള്ളൊരു പെൺകുട്ടിയെ കിട്ടുമെന്ന് വെച്ചാ ഭാഗ്യം തന്നെയാ. അല്ല, മോഹൻ അല്ലെങ്കിലും ഭാഗ്യമുള്ളവനാന്ന് വെച്ചോളൂ. നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ? ആ കുട്ടിയുടെ ആങ്ങള ദുബായിലാണല്ലേ? അതെ. പക്ഷെ പണത്തിന്റെയോ പഠിപ്പിന്റെയോ ഒരു അഹങ്കാരവും ആ കുട്ടിയുടെ മുഖത്തില്ല. എന്തൊരു ഐശ്വര്യം! ആ കണ്ണും ആ മുടിയും ഉള്ളത് പറയാലോ. ഇത്ര അഴകുള്ളൊരു പെൺകുട്ടി ഈ ചുറ്റുവട്ടത്ത് എങ്ങുമില്ല. എല്ലാരും അത് തന്നെയാ പറയുന്നത്. എല്ലാവരും യോഗ അമ്മണി. ഞാൻ അത്ര കണക്കാക്കിട്ടുള്ളൂ. അതെ, അലയ്ക്ക് നിങ്ങൾ സുഖേട്ടന്റെ പുതിയൊരു പാന്റ് കീറി. എപ്പോ? ഓർമ്മയുണ്ടാവില്ലല്ലോ. കാരണം ചെയ്യുന്ന പണി ശ്രദ്ധ വേണ്ടേ? വെറുതെ വായിട്ട് അലച്ചോണ്ടിരുന്ന എങ്ങനെയാ കീറാണ്ടിരിക്കുക? പണി എടുക്കാമെന്നാ പണി എടുക്കണം, അല്ലാതെ അതും ഇതും പറഞ്ഞ് നേരം കളിയല്ല വേണ്ടത്. വൈകി വരണ്ടാന്നേ. ഒരാൾ കാണാവുന്നുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്നെ മറന്നു അല്ലേ? ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അബുദാബിക്ക് പോകുമ്പോ വീട്ടിൽ വന്ന് ചക്കവരട്ടി കളക്ട് ചെയ്തിരുന്നു, കുട്ടിയുടെ ബ്രദർ പ്രകാശിന് കൊടുക്കാൻ. ഓ, ഭാസ്കരചന്ദ്രൻ. ഓർമ്മയുണ്ട്. മാത്രമല്ല കുട്ടിയുടെ കല്യാണത്തിന് ഗ്രീറ്റിംഗ് നമ്പർ 8 ഞാൻ ഒരെണ്ണം അടിച്ചിരുന്നു. വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ്. ആക്ച്വലി ഞാനിപ്പോ നാട്ടിൽ ഉണ്ടായിരുന്നു, പനി പിടിച്ച് കിടപ്പിലായി പോയി. സോ എനിക്ക് ഓർമ്മയുണ്ട്. ഇടയ്ക്കൊന്ന് വീണ്ടും നാട്ടിൽ വന്നതാ. ഈ സാധന സാമഗ്രികളൊക്കെ കുട്ടിക്ക് തരാൻ പ്രകാശം തന്നയച്ചതാ. VCR-ഉം സാരികളും പിന്നെന്തൊക്കെയുണ്ട്. ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിക്കാറേയില്ല. എന്നാ വരട്ടെ. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ. അത് മാത്രം പറയരുത് പ്ലീസ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ പലർക്കും കൊടുക്കാനുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിർത്താതെ ഓടിയാലേ ഇതൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റും. അതൊക്കെ കഴിയുമ്പോഴേക്കും ലീവ് തീരും. പിന്നെ തിരിച്ചു പോകുമ്പോ ഇതേപോലെ വലിയൊരു ലോഡ് അങ്ങോട്ടും ചുമക്കാനുണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ ഗൾഫുകാർക്ക് പതിവാ, വെരി കോമൺ. പ്രകാശേട്ടൻ ഇനി അടുത്തൊന്നും നാട്ടിലേക്കില്ലേ? അത് കുട്ടി കത്തെഴുതി ചോദിച്ചോളൂ. കൂടുതൽ കുശല പ്രശ്നത്തിനൊന്നും നേരമില്ല. എല്ലാ സ്ഥലത്തും ഇതേപോലെ 2 വാക്കെങ്കിലും പറയണ്ടേ. ഇത് കിട്ടിയ വിവരത്തിന് കത്തയക്കണം കേട്ടോ. Again, let me personally wish you greeting number 8, happy and prosperous. Okay? Okay. കണക്ഷൻ ശരിയാണോ? ആ പ്ലേ ഒന്നുകൂടെ ഒന്ന് അമർത്തി നോക്കൂ. എന്തിന്? വല്ല ലൂസ് കോണ്ടാക്ട് ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഇനി അണിഞ്ഞൊരുങ്ങി തിയേറ്ററിൽ പോണ്ടല്ലോ അല്ലേ ചേച്ചി? പിന്നെ ഇവിടെ ഒന്നും തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കല്ലേ? ഇതിവിടെ ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും സിനിമ കാണാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ നീ ഇംഗ്ലീഷ് തോറ്റ കാൽ കാശിന് ഗതിയില്ലാത്ത വല്ലവന്റെയും കൂടെ കെട്ടിച്ചു വിടും. അങ്ങനെ ഒരു ഉറപ്പ് അവൾക്ക് കൊടുക്കണ്ട. കെട്ടിക്കുന്ന കാര്യം പറഞ്ഞാൽ മനഃപൂർവ്വമുള്ള പരീക്ഷ തോറ്റുകളി. അമ്മയുടെ ബോറടി മാറി കിട്ടും. അല്ല, അമ്മ ടോണിക്ക് കഴിക്കാറില്ലേ? ആ കുപ്പി അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ടോണിക്ക് ഈ പ്രായത്തിൽ ടോണിക്ക് കുടിച്ച് തടി നന്നാക്കാൻ പോവല്ലേ? തടി നന്നാക്കാനല്ലമ്മേ, അത് രക്തശുദ്ധിക്കുള്ളതാ. ഇപ്പൊ ഉള്ള ശുദ്ധി മതി. നിങ്ങളുടെയൊക്കെ രക്തം ശുദ്ധമായിട്ടിരുന്നാ മതി എനിക്ക്. എന്റെ മോഹന, ഇതുവരെ ശരിയായില്ലേ? ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. അല്ല സുഖേട്ടാ. അല്ലേ? എന്നെ പഠിപ്പിക്കാ? എടാ, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചോനാ. ആ ടെക്നിക്ക് അല്ല ഈ ടെക്നിക്ക്. ഇത് ചേച്ചിക്ക്. ആഹാ, കാഞ്ചനക്ക് നീ വേറെ ഒന്നും വേണ്ട. എടാ മോഹന, നീ ഭാഗ്യവാനാ. എനിക്ക് നിന്നെ പോലെ ഒരു അളിയനില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം സമ്മാനങ്ങൾ ഇതുപോലെ എനിക്കും കിട്ടുമായിരുന്നു. അത് ചേട്ടൻ കെട്ടുമ്പോ ആലോചിക്കേണ്ടല്ലേ? അതെ. മോൾ ഇവിടെ വന്നിരിക്കും. നീ അങ്ങോട്ട് മാറട്ടെ, ലൂസ് കോണ്ടാക്ടിന്റെ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഞാൻ നോക്കാന്നേ. എനിക്ക് ടെക്നിക്കൽ മൈൻഡ് ഒന്നുമില്ല തീരെ. ശരിയായി. ഓട്ടോ ട്യൂണിങ്ങിന്റെ സ്വിച്ച് ഇട്ടിട്ടുന്നില്ല. വാ, പടോടാൻ പോവാ. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ 3 പെമ്മക്കളാന്ന് അറിഞ്ഞോണ്ടല്ലേ സുഖമായിട്ട് എന്നെ കല്യാണം കഴിച്ചത്. ധാരാളം സമ്മാനങ്ങൾ തരുന്ന ഒരു അളിയനെ പെട്ടെന്ന് എവിടുന്ന് കിട്ടും? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ എന്നെ ആർക്കും ഇവിടെ ഒരു വിലയില്ല. എനിക്ക് പഠിപ്പില്ലല്ലോ, ഉദ്യോഗമില്ലല്ലോ. നീ പടം കാണാൻ വരുന്നില്ലേ? എനിക്ക് പടമൊന്നും കാണണ്ട. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. മോഹന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതാ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറണമെന്ന്.
ഈ സാരി നന്നായിട്ടുണ്ടല്ലേ? ഇതോ തല്ലിപ്പൊളി. നല്ല സാരിയൊക്കെ അവൾ ആദ്യമേ പെട്ടി വെച്ച് പൂട്ടി. ഈ നരച്ച തുണി ഞാൻ ഉടുക്കുന്നാണോ വിചാരം? എന്റെ മോളെ 4 അക്ഷരം പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അവക്ക് നേരം വേണം വല്ലതും കൊടുക്കാൻ പറ്റുന്നില്ല. സുഖേട്ടന്റെ അമ്മയും അനിയനൊക്കെ ആണല്ലോ വലുത്. ആയിക്കോ, ഒരു ഉപകാരം ചെയ്തു തരൂ. എനിക്ക് എന്റെ മോക്കും സ്വൈരമായിട്ട് കഴിയാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരൂ. വാടക വീട് എന്തിനാ? അങ്ങനെയാണെങ്കിൽ നിനക്ക് മോക്കും നിന്റെ വീട്ടിൽ പോയി താമസിച്ചൂടെ? അങ്ങനെ എന്റെ വീട്ടിൽ പോയി താമസിക്കാനല്ലല്ലോ എന്റെ അച്ഛൻ നിങ്ങളുടെ കൂടെ എന്നെ ഇറക്കി വിട്ടത്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? ഇവിടുത്തെ വീട്ടുജോലികൾ ഇത് ഒടുങ്ങാനായിരിക്കും എന്റെ വിധി.